സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് പച്ചക്കറി ചെടിയല്ല കേട്ടോ, നല്ലൊരു പൂച്ചെടിയെ കുറിച്ചാണ്. അതായത് നല്ലൊരു ഇലച്ചെടിയാണെന്നും കൂടി പറയാം. അതായത് ബട്ടർഫ്ലൈ പ്ലാന്റ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടത്. നല്ല ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവുന്ന നല്ല ഭംഗിയുള്ളൊരു ചെടി. ഇതിൻ്റെ കെയറൊക്കെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ പോട്ടി മിക്സർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പുതിയ തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ വാട്ടറിങ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ചെടി പല കളറിലുള്ള ചെടികളുണ്ട് കേട്ടോ. ഗ്രീൻ കളറിലും നല്ല ഡാർക്ക് കളറിൽ, നല്ല പിങ്ക് കളറിൽ, അതുപോലെ നല്ലൊരു ഈ ഇല കണ്ടോ, ഇതിൽ നിറയെ വരകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇത് പല പേരിലും അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ബട്ടർഫ്ലൈ എന്നാണ് പറയുന്നത്, അതായത് പൂമ്പാറ്റച്ചെടി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയാറ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു ഡാർക്ക് ഷെയ്ഡ് നടുവിലായിട്ടൊരു പിങ്ക് കളറായിട്ടുള്ള ബട്ടർഫ്ലൈ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഇലകൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ 2-3 വെറൈറ്റികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചല്ലോ, പല തരത്തിലുള്ള വെറൈറ്റികളുണ്ട്. ഇതിൻ്റെ പൂക്കളും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ചെറിയ രീതിയിലുള്ള പിങ്ക് കളറുള്ള പൂക്കളാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ നമ്മൾ മഷിത്തണ്ടിനേക്കാൾ തീരെ കട്ടി കുറഞ്ഞ തണ്ടുകളാണ് ഇതിനുള്ളത്. വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ തോന്നുന്ന തണ്ടുകളാണ് ഇതിന്. ആ തണ്ടിൽ നിന്നാണ് പുതിയ പുതിയ ഇലകളൊക്കെ ഉണ്ടായി വരുന്നത്. ഇതിൻ്റെ തണ്ടുകൾ കട്ടി കുറഞ്ഞത് കൊണ്ട് തന്നെ ചെറിയൊരു പ്രശ്നമുണ്ടായാൽ തന്നെ ഈ തണ്ടുകളൊക്കെ വാടി വീയും. ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെ ഇലച്ചെടിയായും പൂച്ചെടിയായും ഇത് നമുക്ക് വളർത്തിയെടുക്കാം. ഇതിലുണ്ടാവുന്ന പൂക്കൾ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ്. എന്നാലും ഇതിൻ്റെ ഇലകൾക്ക് തന്നെയാണ് കൂടുതൽ ഭംഗി. വീട്ടിൽ വരുന്ന ഒരുപാട് പേർ ഇതിൻ്റെ തൈ വാങ്ങിച്ചു പോവാറുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും ഇത് പ്ലാസ്റ്റിക് ചെടിയാണോ എന്നൊക്കെ കേട്ടോ. നല്ലൊരു ഭംഗി ഇതിങ്ങനെ ഇൻഡോറായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഷെയ്ഡ് ഭാഗത്താണ് കേട്ടോ, അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ നേരിട്ടുള്ള സൂര്യപ്രകാശം തട്ടാതെ ഒരു ഷെയ്ഡ് ഭാഗത്തൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായി തന്നെ ഇത് വളർന്നു വരും. ഇനി ഞാൻ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയാം. ഇതിന് ചെറിയ തൈകളായിരിക്കും നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇതുപോലെയൊക്കെ ഇത്രയും വലിപ്പമായ ചെടികൾക്ക് നമ്മൾ വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചെടിയെ ചെറിയ രീതിയിൽ വെയിലൊക്കെ കിട്ടുന്നൊരു ഭാഗത്ത് വെക്കണം കേട്ടോ. അതുപോലെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യമൊക്കെ നനച്ച് കൊടുത്താൽ മതി. മണ്ണ് ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം നനച്ച് കൊടുത്താൽ മതി. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ പ്ലാന്റിൽ ചട്ടിയിലൊക്കെ നമ്മൾ നടുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. പുതിയ പുതിയ തൈകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഈ പ്ലാന്റിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിന് വേരുകൾ ഉണ്ടാവില്ല. ഇതിൻ്റെ അടിയിലായി കിഴങ്ങുകൾ പോലെ കാണപ്പെടാറുണ്ട്. അതിൽ നിന്നാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാവുന്നത്. ആ കിഴങ്ങുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈ ബട്ടർഫ്ലൈൻ്റെ കിഴങ്ങ് കേട്ടോ. ഈ ഒരു കിഴങ്ങിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, ഒരു പോട്ടിൽ നിന്ന് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ഇഷ്ടം പോലെ കിഴങ്ങുകളാണ് കേട്ടോ ഇതിലുള്ളത്. ഇതൊക്കെ നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ചീഞ്ഞു പോട്ടത്. പിന്നെ ഞാൻ ഇതിന് കൊടുക്കുന്ന വളങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. പോട്ടി മിക്സായിട്ട് ഞാനിവിടെ എടുക്കാറ് മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് തുല്യ അളവിലെടുത്ത പോട്ടി മിക്സിലാണ് ഈ വിത്തൊക്കെ മുളപ്പിച്ചെടുക്കാറ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്തുള്ള വീഡിയോയിൽ ഇടാം കേട്ടോ. അതിൻ്റെ റീപോർട്ടിംഗ് ഒക്കെ അതിൽ കാണിക്കാം.
അപ്പോൾ ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്താണ്ട് നട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു നനവൊക്കെ അതിലുണ്ടാവും. ഒരു 3-4 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ച് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഡ്രൈ ആയി കാണുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം. ചെടികൾ നട്ട് കഴിഞ്ഞ് 1 മാസമൊക്കെ ആവുമ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിതിന് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. മഴയൊക്കെ ഉള്ളൊരു സമയത്താണെങ്കിൽ ലിക്വിഡായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കരുത്. ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. മഴ ഇല്ലാത്ത സമയത്ത് നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഇരട്ടി വെള്ളം ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. അതുപോലെ തന്നെ കീടങ്ങളുടെ ശല്യവും കുറവാണ്. കീടങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2 ആഴ്ച കൂടുമ്പോൾ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ. ഇത്രയൊക്കെയാണ് ഞാൻ ഈ ചെടിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.